ഹേ എവ്രി വൺ. അപ്പോൾ അർബൻ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ പോളിസീസിനെ കുറിച്ചിട്ടും ഫങ്ഷൻസിനെ കുറിച്ചിട്ടും പിന്നെ സ്ലം ഏരിയാസിനെ കുറിച്ചിട്ടും അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോളിസീസിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. സോ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ മീൻസ് ഗവേണിംഗ് ഏരിയാസ് ബിലോ ദ സ്റ്റേറ്റ് ലെവൽ. അതായത് ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അണ്ടറിലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഭരിക്കുക എന്നുകൊണ്ടാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. India has a federal system with 3 levels of government: central, state and local. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് കേന്ദ്രഭരണം ഉണ്ടാവും, സംസ്ഥാന ഭരണവും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്, അതായത് പ്രാദേശിക തരത്തിലുള്ള ഭരണം. അങ്ങനെ ഈ 3 തരത്തിലുള്ള ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗിവ് റെക്കഗ്നിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ലോക്കൽ ഗവൺമെൻറ്റ്സ് ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലോ ഫോർ ലോക്കൽ ഗവൺമെൻറ്. അതായത് നമുക്കറിയാം 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളാണ് ഈ ലോക്കൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി അംഗീകാരവും പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും നമ്മൾ ഈ പറയുന്ന ഈ ലോക്കൽ ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. 1992 മുതൽ ഇന്ത്യയിൽ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് 2 പ്രധാന തരങ്ങളാണുള്ളത്. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 74th Amendment ആൻഡ് ഡിറൈവ് പവർ ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് റൂറൽ ഏരിയാസ് വിച്ച് ഫോളോ ദ പഞ്ചായത്തി രാജ് സിസ്റ്റം അണ്ടർ ദ 73rd Amendment. അതായത് 73rd Amendment പറയുന്നത് ഈ പഞ്ചായത്തി രാജ് സംവിധാനവും അത് ഗ്രാമീണ മേഖലയിൽ എങ്ങനെയൊക്കെ അത് പിന്തുടർന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. 74th പറയുന്നത് ഈ നഗരപാലികകൾ വരികയും അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് അധികാരം, അതായത് പവർ നേടുകയും ചെയ്യുന്നത് നഗരപ്രദേശങ്ങളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ഇന്ത്യാസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആർ കോൾഡ് മുനിസിപ്പാലിറ്റീസ്. അതായത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആണ് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നഗരങ്ങളിൽ എന്താണ് പറയുന്നത്, മുനിസിപ്പാലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇത് ഗ്രാമപ്രദേശത്ത് എത്തുമ്പോൾ എന്താണ് പറയുക, PRI, അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. സോ ഓർ പഞ്ചായത്ത്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ദർ ആർ 3 types ഓഫ് മുനിസിപ്പാലിറ്റീസ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ സൈസ്. അതായത് പോപ്പുലേഷൻ്റെ, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 3 തരം മുനിസിപ്പാലിറ്റികളുണ്ട്. ആ 3 ഏതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ, അതായത് ഫോർ സിറ്റീസ് വിത്ത് ഓവർ 1 million പീപ്പിൾ, അതായത് ഒരു ദശലക്ഷത്തിന് ആളുകളുള്ള അല്ലെങ്കിൽ ആ നഗരങ്ങളെയാണ് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 25,000-നും 10 ദശലക്ഷത്തിനും ഇടയിലുള്ള ജനങ്ങളുടെ നഗരങ്ങൾക്ക് നമ്മൾ മുനിസിപ്പൽ കൗൺസിലുകൾ എന്ന് പറയുന്നു. അതുപോലെ മുനിസിപ്പൽ കമ്മിറ്റി എന്ന് പറയുന്നത് 10,000-നും 25,000-നും ഇടയിൽ ആളുകളുള്ളതാണ്. സോ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 3 ഉണ്ട്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ. സോ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, വില്ലേജ് ലെവലിലാണ്. മണ്ഡൽ ഓർ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിലും കൊടുക്കുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നഗരത്തിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലും ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് അർബൻ ലോക്കൽ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അർബൻ ലോക്കൽ ഗവൺമെൻറ് റെഫേഴ്സ് ടു ഗവേണിംഗ് അർബൻ ഏരിയാസ് ബൈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ദ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 ഗ്രാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ലോക്കൽ അർബൻ ബോഡീസ്. അപ്പോൾ ഈ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ജനപ്രതിനിധികളാണ് ഈ ഒരു നഗരപ്രദേശങ്ങളെ ഭരിക്കുന്നത്. അതിനാണ് അർബൻ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയാം. 1992 74ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഈ ഒരു പദവി അല്ലെങ്കിൽ ഈ ഒരു പവർ നൽകുന്നത്. ഇനി അർബൻ ഏരിയാസ് ഡിഫൈൻഡ് ആസ്, അത് അർബൻ ഏരിയാസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്ലേസസ് വിത്ത് എ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡ് ഓർ നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി. അതായത് അർബൻ ഏരിയനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതിൽ വിടുക, അതായത് മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, കണ്ടോൺമെൻറ്റ് ബോർഡുകൾ അല്ലെങ്കിൽ
ടൗൺ ഏരിയ, നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി ഒക്കെ പെടുന്നതാണ് അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ അതർ പ്ലേസസ് മീറ്റിംഗ് ദീസ് ക്രൈറ്റീരിയ എ മിനിമം പോപ്പുലേഷൻ ഓഫ് 5,000, അറ്റ്ലീസ്റ്റ് 75% ഓഫ് അഡൾട്ട് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് എ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 400 persons per square kilometer. അതായത് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് അർബൻ ഏരിയനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ കുറഞ്ഞത് 5,000 അധികം ജനസംഖ്യ അവിടെ വേണം. അതുപോലെ നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മെയിൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷൻ്റെ 75% എങ്കിലും വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 400 ആളുകളെങ്കിലും ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വേണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അർബൻ ഏരിയയിൽ പറയുന്നത്. അതുപോലെ തന്നെ urban local government institutions or municipalities are established to support and improve urban areas. അതായത് നമുക്കറിയാം ഈ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മുനിസിപ്പാലിറ്റീസും ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ അർബൻ ഏരിയാസിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അവർക്ക് ഗുഡ്സ് കാര്യങ്ങളും സർവീസസ് ഒക്കെ തന്നെ സിറ്റിസൺസിന് കുറച്ചുകൂടി ആക്സസിബിൾ ആണോ എന്നൊക്കെ എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു അർബൻ ഏരിയയിൽ മെയിനായിട്ട് നടക്കുന്നത്. ബിഫോർ ദ 74th amendment മുനിസിപ്പൽ ഓർ ലോക്കൽ ഗവൺമെൻറ്റ്സ് ലാക്ക്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. അതായത് ഈ മുനിസിപ്പൽ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ്സിന് അതായത് നിയമപരമായിട്ടൊരു സാധുത ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് 74th amendmentന് ശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് കുഡ് എക്സ്റ്റെൻഡ് ആൻഡ് കൺട്രോൾ ദിയർ ഫംഗ്ഷൻ വിത്തൗട്ട് ലെജിസ്ലേറ്റീവ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഈ ഒരു ഏരിയ കമ്മിറ്റികൾക്കൊക്കെ പലതരത്തിലുള്ള ബോഡികൾ കൊണ്ടുവന്നിട്ട് ഈ ഇതിലെല്ലാം തന്നെ വളരെയധികം കറക്റ്റായിട്ടുള്ള രീതിയിൽ ലെജിസ്ലേഷൻ നടത്തുന്നത് ഈ ഒരു അമെൻമെൻറ്റിന് ശേഷമാണ്. 2011 സെൻസസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് അതുപോലെ തന്നെ സെൻസസ് ടൗൺസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഏരിയാസ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി അർബൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ലൈക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, കൻ്റോൺമെൻറ്റ് ബോർഡ്സ്, നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി, ടൗൺ പഞ്ചായത്ത്, നഗരപാലിക എക്സെട്ര. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ആണ് 2011 ഉണ്ടായിരുന്ന ഒരു സെൻസസ് പ്രകാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു? മുനിസിപ്പൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റിയും കൻ്റോൺമെൻറ്റ് ബോർഡുകളും നോട്ടിഫൈഡ് ടൗണും അങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ പറയുമ്പോൾ ലോൻ്റെ അണ്ടറിലുണ്ടാവുന്ന നഗരത്തിൻ്റെ ഭരണ യൂണിറ്റുകൾ ഒക്കെയാണ് ഇതെല്ലാം. അതുപോലെ സെൻസസ് ടൗൺസ് എന്ന് പറയുന്നത് കുറഞ്ഞത് 5,000-ലധികം ജനസംഖ്യയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 75% എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മെന്നായിരിക്കണം അതിൻ്റെ പോപ്പുലേഷനിൽ വരുന്നത്. അതുപോലെ 400 ആളുകളെങ്കിലും സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരണം. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ 2011 4,041 നിയമാനുസൃതമായിട്ടുള്ള ഈ നഗര തദ്ദേശതല സ്ഥാപനങ്ങൾ, അതായത് സ്റ്റാറ്റ്യൂട്ടറി അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ടായിരുന്നു. അതായത് ULB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അർബൻ ലോക്കൽ ഗവൺമെൻറ് ആണ്, അത് മറക്കരുത് കേട്ടോ. സോ പിന്നെ 3,784 സെൻസസ് ടൗണുകളും ഉണ്ടായിരുന്നു 2011 കണക്കുകൾ വെച്ച് പറയുമ്പോൾ. സോ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, ടൗൺ ഏരിയ കമ്മിറ്റീസ്, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റീസ് ഒക്കെ തന്നെയാണ്. അടുത്തത് ടൈപ്സ് ഓഫ് അർബൻ ഗവൺമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ 8 തരത്തിലാണ് ഈ ഒരു അർബൻ ഗവൺമെൻറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആണ്. മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള വലിയ നഗരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഒരു കൗൺസിൽ, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒരു കമ്മീഷണർ ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മേയറുടെ നേതൃത്വത്തിലുള്ള കൗൺസിലാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരൊക്കെ പെടുന്നത്. ഈ മേയറിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിലിലേക്കാണ്. അതുപോലെ തന്നെ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ, അതായത് ഡൽഹി, മുംബൈ പോലുള്ള വലിയ നഗരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ കൗൺസിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കമ്മീഷണർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. അതിലൊരു മേയർ ഉണ്ടാവും. മേയറിൻ്റെ നേതൃത്വത്തിൽ എന്തുണ്ടാവും? കൗൺസിലുകൾ ഉണ്ടാവും. ഈ കൗൺസിലിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓരോ കൗൺസിലേഴ്സും. സോ ഇതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ്. അതായത് മുനിസിപ്പാലിറ്റി നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റർ ടൗൺസ് ആൻഡ് സ്മോളർ സിറ്റീസ് എന്ന് പറയാം. പട്ടണങ്ങളും ചെറിയ നഗരങ്ങളും ഒക്കെ തന്നെയാണ് മുനിസിപ്പാലിറ്റി നിയന്ത്രിക്കുന്നത്. ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ പോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ മേയറിന് പകരം പ്രസിഡൻറ്റോ ചെയർമാനോ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആരായിരുന്നു? കമ്മീഷണർ ആയിരുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ ആരാണ്? ഒരു പ്രസിഡൻറ്റോ ചെയർമാനോ ഒക്കെയാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. കൂടാതെ ഒരു കമ്മീഷണർക്ക് പകരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് മുനിസിപ്പൽ ഓഫീസർ കൂടി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും. തേർഡ് വൺ എന്ന് പറയുന്നത്
നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റിയാണ്. അതായത് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും സർക്കാർ നാമനിർദ്ദേശം ചെയ്തതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. അതായത് ഇവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കില്ല, സർക്കാരായിരിക്കും ഇവരെ ഓരോരുത്തരെയും നിയമിക്കുന്നുണ്ടാവുക. സോ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഇതുവരെയും ഒരു മുനിസിപ്പാലിറ്റിയുടെ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നഗരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി വരുന്നത്. ഇതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചെയർമാൻ ഉണ്ടാവും, അതുപോലെ നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു നോമിനേറ്റഡ് ബോഡിയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇതിലേക്ക് ചെയർമാനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൗൺ ഏരിയ കമ്മിറ്റി ആണ്. ടൗൺ ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് administrator small towns with limited civic functions. It can be wholly elected, wholly nominated, or partially elected or partially nominated as decided by the state government. അപ്പോൾ ടൗൺ ഏരിയ കമ്മിറ്റീനെ വെച്ച് കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള രീതിയിലായിരിക്കും, അതായത് ചെറിയ തരത്തിലുള്ള പട്ടണങ്ങളാണിത് പറയുന്നത്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം പൂർണ്ണമായിട്ട് ഇതിലെ ആളുകളെ തിരഞ്ഞെടുക്കപ്പെടാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ഭാഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യാം. അതാണ് ടൗൺ ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കൻ്റോൺമെൻറ്റ് ബോർഡാണ്. കൻ്റോൺമെൻറ്റ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാനേജസ് സിവിലിയൻസ് ഏരിയാസ് ഇൻ മിലിറ്ററി കൻ്റോൺമെൻറ്റ്സ്. നമുക്കറിയാം സൈനിക കൻ്റോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലുള്ള പ്രദേശങ്ങളാണ് കൻ്റോൺമെൻറ്റ് ബോർഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഭാഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഭാഗികമായിട്ട് നാമനിർദ്ദേശം, അതായത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുമാണ്. ഇവിടെ ഒരു സ്റ്റേഷൻ്റെ കമാൻഡുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനുണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ് ഒഫീഷ്യലോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റോ ഒക്കെ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരിക്കും ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത്. സോ ഇതാണ് കൻ്റോൺമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ടൗൺഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാർജ് പബ്ലിക് എൻ്റർപ്രൈസസ് ടു പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റീസ് ടു ദെയർ സ്റ്റാഫ്, നോട്ട് ഇലക്റ്റഡ്. ഓൾ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ടൗൺ അഡ്മിനിസ്ട്രേറ്റഡ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ എൻ്റർപ്രൈസ്. അതായത് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ, അതായത് പബ്ലിക് എൻ്റർപ്രൈസസ് അവരെന്ത് ചെയ്യണം, അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒന്നാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കില്ല. അപ്പോൾ ടൗൺ അഡ്മിനിസ്ട്രേറ്റർ പോലുള്ള എല്ലാ അംഗങ്ങളും ആ ഒരു എൻ്റർപ്രൈസ് ആയിരിക്കും നിയമിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എൻ്റർപ്രൈസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റാഫിനും വർക്കേഴ്സിനൊക്കെ തന്നെ സിവിക് എമ്യൂണിറ്റീസ് കൊടുക്കുക. അവരൊരു ഹൗസിംഗ് കോളനി പോലെ ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് പോർട്ട് ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോർട്ട് ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ The port trusts are established in the ports areas like മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അതായത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ പോലുള്ള ഏരിയാസിൽ പോർട്ടുകൾ, അതായത് തുറമുഖങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പോർട്ട് ട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ടു മാനേജ് ദ ആൻഡ് പ്രൊട്ടക്ട് ദ പോർട്ട്, അതായത് തുറമുഖങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ മാനേജ് ചെയ്യാനും, അതുപോലെ ടു പ്രൊവൈഡ് സിവിക് എമ്യൂണിറ്റീസ്, അതായത് സിവിക് എമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ട് ഓഫ് പാർലമെൻറ്റ് ആണ്. ഇത് ബോത്ത് ഇലക്റ്റഡും നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് അവിടെ ഉണ്ടാവുമെന്നാണ് പോർട്ട് ട്രസ്റ്റിൽ പറയുന്നത്. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് ആണ്. സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തെ, ആ ഒരു പ്രദേശത്തെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒന്നാണ് ഈ പൊല്യൂഷൻ പർപ്പസ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഇതൊരു സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒക്കെ തന്നെ മുഖേനയാണ് ഇതൊരു സ്ഥാപിതമാവുന്നത്. ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, മറിച്ച് അവിടെ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 8 ആയിട്ടുള്ള അർബൻ ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്ന ടൈപ്സിൽ വരുന്നത്. സോ ഇവിടെയൊക്കെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഇലക്ഷൻസ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ റൂറൽ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അതുപോലെ താലൂക്സ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 4 ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ, സിറ്റി മുനിസിപ്പൽ കൗൺസിൽസ്, ടൗൺ മുനിസിപ്പൽ കൗൺസിൽസ്, ടൗൺ പഞ്ചായത്തുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. 74th 73rd അമെൻമെൻറ്റ്സിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതും അർബൻ ലോക്കൽ ബോഡീസിന് കുറച്ചുകൂടി പവർ ലഭിച്ചതും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് ആണ്. അതായത് എന്തൊക്കെയാണ് ഈ അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 74ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സിറ്റീസിനെ നിയന്ത്രിക്കുന്നതിന് ഈ നമ്മൾ പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതായത് അർബൻ ലോക്കൽ
ബോഡീസിന് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് 12th ഷെഡ്യൂളിലാണ് ഇത് ഇവർ ചെയ്യേണ്ട ജോലികളെ കുറിച്ചിട്ടൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ULB set up by state governments handle things like city planning, health, cleaning roads and helping people. അതായത് ഈ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റ്സ് ഈ ULBs, അതായത് നമ്മൾ പറയുന്ന അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് നഗരാസൂത്രണം, ആരോഗ്യം, ശുചീകരണം, റോഡുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കുക, അതുപോലെ തന്നെ ആളുകളെ സഹായിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നഗരങ്ങളൊക്കെ തന്നെ എങ്ങനെ വളരണമെന്ന് ആസൂത്രണം ചെയ്യുന്നതും അതുപോലെ എവിടെ കെട്ടിടം നിർമ്മിക്കണം അതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതും റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നല്ല നിലയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഈ ജോലികളൊക്കെ തന്നെ, അതായത് പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായി നടക്കുന്ന ജോലികളെ, ആക്ടിവിറ്റീസിനൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. അങ്ങനെ ഒരുമിച്ച് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലോക്കൽ ബോഡീസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ റോഡുകളൊക്കെ നാശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുക, വെള്ളം എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുക, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ മാലിന്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, എപ്പോഴും ആ ഒരു ടൗൺ എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ചെയ്യുന്നതാണ്. സോ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. അതുപോലെ അടിസ്ഥാന സേവനങ്ങൾ എല്ലാവർക്കും കൊടുക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന സ്ലമ്മുകൾ ഇതൊക്കെ മെച്ചപ്പെടുത്താനും ദരിദ്രരെയൊക്കെ സഹായിക്കാനും അല്ലെങ്കിൽ പ്രായമായവരെ, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ULBs ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 12th ഷെഡ്യൂളിലാണ് ഇവർ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ULBs എന്തൊക്കെ ചെയ്യണം ത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുപോലെ ബിസിനസ്സുകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ളൊരു മേൽനോട്ടം ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ULBs ചെയ്യുന്നുണ്ട്. അതുപോലെ അവരവരുടെ ജോലികൾ കൈകാര്യം അവർ ചെയ്യണം. അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നുള്ള പണവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്യണമെന്നും, അതുപോലെ പലതരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ടുവരുന്നത്, അതായത് ULBs എപ്പോഴും അവരുടെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവനക്കാരെ എപ്പോഴും ട്രെയിൻ ചെയ്യിക്കുന്നു. അതൊക്കെ അവരുടെ കാര്യങ്ങൾ ഈസി ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരവരുടെ ജോലികൾ ചെയ്യുന്നു, മറ്റ് സർക്കാർ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഇവർ തമ്മിൽ സഹകരിക്കുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അതായത് ULBs എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ULBsൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ULBs ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന ULBsൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഇവർക്കൊക്കെ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ULBsന് എവിടെ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. സോ കളക്ഷൻ ഫ്രം ടാക്സ് ആൻഡ് നോൺ ടാക്സ് സോഴ്സസ് ആസ് അസൈൻ ടു ദം, അതായത് ഇവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രമായിട്ടുള്ള ടാക്സുകളൊക്കെ പിരിക്കാം. അപ്പോൾ ടാക്സുകളിൽ നിന്നും അല്ലെങ്കിൽ നോൺ ടാക്സിൽ നിന്നൊക്കെ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സോഴ്സാണ്. അതുപോലെ ഡെവല്യൂഷൻ ഓഫ് ഷെയർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ, അതായത് റെക്കമെൻഡ് ചെയ്ത പ്രകാരം അവർക്ക് ലഭിക്കുന്ന ടാക്സിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസിൻ്റെയും ഒക്കെ തന്നെ ഒരു ഷെയർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻഡ് ആൻഡ് എയ്ഡ്, അതായത് സഹായധനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നത്, ഇതൊക്കെയാണ് ഇവരുടെ സോഴ്സസ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഈ അർബൻ ലോക്കൽ ബോഡീസിന് അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് പവർ ഡെലിഗേഷൻ, അതായത് അവരുടെ പരിമിതമായിട്ടുള്ള പവർ, അതായത് പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ULBsന് അവർക്ക് മതിയായിട്ടുള്ള അധികാരം നൽകുന്നില്ല. അതായത് ചെറിയ രീതിയിലുള്ളൊരു അധികാരം മാത്രമാണ് കൊടുക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു സംഭവത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ളൊരു പോളിസി കൊണ്ടുവരാനോ അവർക്ക് സാധിക്കുന്നില്ല. സോ അവരുടെ പവർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത് ആദ്യത്തെ വെല്ലുവിളിയാണ്. രണ്ടാമത്തേത് ഇന്നെഫക്റ്റീവ് ലീഡർഷിപ്പാണ്. അതായത് എല്ലാവരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നേതാക്കൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇന്നെഫക്റ്റീവായിട്ട് മാറുന്നു. പിന്നെ പാരാസ്റ്റാറ്റൽ ഏജൻസീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാരാസ്റ്റാറ്റൽ ഏജൻസീസ് എന്ന് പറയുന്നത് ഈ നഗര വികസനത്തിന് പലതരത്തിലുള്ള അതോറിറ്റീസും അതുപോലെ പൊതുവായിട്ടുള്ള കുറേ കോർപ്പറേഷൻസ് പോലുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരെയും പ്രാദേശിക അധികാരികളൊക്കെ മറികടന്ന് വേണം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരാസ്റ്റേറ്റൽ ഏജൻസീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഏജൻസീസിനെയൊക്കെ തന്നെ മറികടക്കേണ്ടതും ഒരു ചലഞ്ചായിട്ട് തീരുന്നു.
ഇനിയുള്ളത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുണ്ട്. അതായത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് പോലുള്ള ULBസിന് പലപ്പോഴും മതിയായ ഫണ്ടില്ല. അതായത് ഇതൊക്കെ തന്നെ അവരുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും അതുപോലെ റിസോഴ്സസ് ഉണ്ടാക്കുന്നതിലൊക്കെ തന്നെ അത് നയിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കറപ്ഷനാണ്. അതായത് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും എന്ന് പറയുന്നത്. എല്ലാ ഓഫീസുകളിലും എല്ലാ ലോക്കൽ ബോഡീസിലും ഇതുപോലുള്ള ഇത്തരത്തിലുള്ള കറപ്ഷൻ ഉണ്ട്. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. അതായത് ഫണ്ടിങ് എന്നുള്ളൊരു കാര്യം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക്, അതായത് മതിയായിട്ടുള്ളൊരു ഫണ്ട് ഇല്ലാണ്ട് വരുമ്പോൾ ഇത് എല്ലാത്തിലും ബാധിക്കുന്നു. സോ ULBസിന് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇത് നയിക്കുന്നു എന്നാണ് പറയുന്നത്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് കോർഡിനേഷൻ ഇഷ്യൂസ് ആണ്. അതായത് എല്ലാവരും പരസ്പരം കണക്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ നഗരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഒരു സഹകരണമില്ലായ്മ നമ്മൾ ഈ പറയുന്ന ULBസിനെ വളരെയധികം മോശമായിട്ടാണ് മാറ്റുന്നത്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് ആണ്. അതായത് ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ പോളിസീസ് ഒന്നും പോകുന്നില്ല. എപ്പോഴും അത് ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നു. അതായത് പകുതി വെച്ച് പലപ്പോഴും നിർത്തിപ്പോകുന്നു. അല്ലെങ്കിൽ അവരുടെ പോളിസീസ് കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ആസൂത്രണമൊക്കെ നടപ്പിലാക്കുന്നതൊക്കെ തന്നെ പല രീതിയിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അത് തുടർന്ന് പോകാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നയൻത്ത് വൺ എന്ന് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് ഓവർസൈറ്റ് ആണ്. അതായത് നിരീക്ഷണവും മേൽനോട്ടവും ഇല്ല. അതായത് ULBസിനെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഈ ഒരു ഓവർസൈറ്റും അതുപോലെ ഇത്തരത്തിലുള്ള മോണിറ്ററിങ്ങും ഇല്ലാതാവുന്നതുകൊണ്ട് തന്നെ അവർ തന്നെ പ്രവർത്തനത്തിലൊക്കെ തന്നെ വളരെയധികം പാളിച്ചകൾ ഉണ്ടാവുന്നു. അതിനനുസരിച്ച് അവിടെ നമ്മൾ പറയുന്ന പോലെ അഴിമതി കാര്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന നഗര തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ, അതായത് ULBs നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്നാണ്. കണ്ടോൺമെൻറ്റ് ബോർഡ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കണ്ടോൺമെൻറ്റ് ഏരിയാസ് വിച്ച് ഡിഫർ ഫ്രം മിലിറ്ററി സ്റ്റേഷൻസ് ബൈ ഹൗസിംഗ് ബോത്ത് മിലിറ്ററി ആൻഡ് സിവിലിയൻ റെസിഡൻസ്. അതായത് കണ്ടോൺമെൻറ്റ് ഏരിയകൾ എന്ന് പറയുന്നത് മുനിസിപ്പൽ ഭരണത്തിൽ ഈ കണ്ടോൺമെൻറ്റ് ബോർഡുകൾ എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് സൈനിക സ്റ്റേഷനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൈനികരും അതുപോലെ സിവിലിയൻസും നമ്മൾ നോർമൽ പീപ്പിളും താമസക്കാർക്കും ഒക്കെ തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതിൽ The overall administration overseen by democratic cantonment boards operating under the Ministry of Defence Control എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് കൺട്രോളിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കണ്ടോൺമെൻറ്റ് ബോർഡുകളാണ് ഇതിൽ മൊത്തത്തിൽ ഭരണത്തിൽ മേൽനോട്ടം വഹിക്കുന്നതെന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് സിവിലിയൻസും സൈനികരും ഒക്കെ തന്നെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഡിഫറൻ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഗവേൺഡ് ബൈ ദ കണ്ടോൺമെൻറ്റ്സ് ആക്ട് 2006. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള 2006 കണ്ടോൺമെൻറ്റ് ആക്ട് എന്ന പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആണ്. അതായത് cantonments are different from military stations in that military stations are purely meant for use and accommodation of armed forces. അതായത് കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്ന് പറയുന്നത് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമാണ്. മിലിറ്ററി സ്റ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭൂരിഭാഗവും അവർക്ക് അക്കോമഡേഷൻ എന്ന് പറയുന്നത് പ്യുവർലി മിലിറ്ററി അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. സോ ദീസ് ആർ established under an executive order, whereas cantonments are areas which comprise both the military and civil population. അതായത് ഇവിടെ മിലിറ്ററി പോപ്പുലേഷൻ ഉണ്ടാവും, സിവിൽ അതായത് നോർമൽ പീപ്പിൾസും ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ഡിഫർ ഫ്രം മിലിറ്ററി സ്റ്റേഷൻ ഇൻ ദാറ്റ് ഹൗസ് ബോത്ത് മിലിറ്ററി ആൻഡ് സിവിലിയൻ റെസിഡൻസ്. അതുപോലെ മിലിറ്ററി സ്റ്റേഷൻസ് ആർ ഓൺലി യൂസ്ഡ് ഫോർ ട്രെയിനിങ്. അതായത് മിലിറ്ററി സ്റ്റേഷൻസ് പറയുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ആൻഡ് ഹൗസിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് ആംഡ് ഫോഴ്സസിലുള്ളവർക്കെന്ന് പറയാം. പക്ഷേ നമ്മുടെ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്ന് പറയുന്ന അവിടെ മിലിറ്ററിയും ഉണ്ടാവും സിവിലിയൻസും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഈ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് 4 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറിക്ക് മുമ്പായിട്ട് എന്താണ് ഈ കണ്ടോൺമെൻറ്റ് ബോർഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ലൈസ് ഇൻ ദി റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസസ് ടു റെസിഡൻറ്റ് സച്ച് as public health, water supply, sanitation, primary education and street lighting. Additionally, they play a crucial role in the training and administration of the army within the area. സോ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും, പബ്ലിക് ഹെൽത്തും വാട്ടർ സപ്ലൈയും സാനിറ്റേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, സ്ട്രീറ്റ് ലൈറ്റിനിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ റെസിഡൻസിന് കണ്ടോൺമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
അതുപോലെ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് മാൻഡറ്ററി ഡ്യൂട്ടീസ് സച്ച് ആസ് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഹെൽത്തും വാട്ടർ സപ്ലൈ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ റിസോഴ്സസ് ഒക്കെ തന്നെ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇറ്റ് കാനോട്ട് ലെവി എനി ടാക്സ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇവിടെ കണ്ടോൺമെൻറ്റ് ബോർഡ്സിൽ ഗവൺമെൻറ് ആണ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇവിടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ടാക്സോ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കുന്നില്ല. ഇവിടെ എല്ലാ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. റിസോഴ്സസ് ഓൺ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഇവിടെ 50,000 ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കണ്ടോൺമെൻറ്റ് ഇൻ ദിസ് കാറ്റഗറി ഹാവ് എ പോപ്പുലേഷൻ എക്സീഡിങ് 50,000 റെസിഡൻസ്. ദീസ് ആർ ടിപ്പിക്കലി ലാർജ് കണ്ടോൺമെൻറ്റ്സ് വിച്ച് എ സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ സൈസ്. അതായത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ സൈസുള്ള ഒരു 50,000 ആയിട്ടുള്ള ആളുകൾക്ക് മുകളിലുള്ളതാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. കാറ്റഗറി 2 എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സീഡ് 10,000 ബട്ട് നോട്ട് എക്സീഡ് 50,000. അതായത് 10,000ൻ്റെയും 50,000ൻ്റെയും ഇടയിലുള്ള പോപ്പുലേഷൻ വരുന്നതാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. കാറ്റഗറി 3 എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സീഡ് 2,500 ഡസ് നോട്ട് എക്സീഡ് ആൻഡ് 10,000. അതായത് 2,500നും 10,000നും ഇടയിലുള്ള ഒരു പോപ്പുലേഷൻ വരുന്നതാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. കാറ്റഗറി 4 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡക്സ് നോട്ട് എക്സീഡ് 2,500. അതായത് 2,500 മുകളിൽ പോവാത്ത പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഒരു കാറ്റഗറി 4 എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ മുനിസിപ്പൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കണ്ടോൺമെൻറ്റ്സ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ കണ്ടോൺമെൻറ്റ് ബോർഡ്സ് വിച്ച് ആർ ഡെമോക്രാറ്റിക് ബോഡീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടോൺമെൻറ്റിന് എന്ന് പറയുന്നത് എല്ലാം കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ആണ് കൊടുക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് ബോഡിയാണ് ഇത് പറയുന്നത്. അതായത് ഓവറോൾ ഒരു മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് എന്നാണ്. സോ സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് ഓൾസോ ആണ് ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്. അതായത് ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. മീൻസ് എനി ബോഡി ഓർ അതോറിറ്റി ഇൻക്ലൂഡിംഗ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എൻട്രസ്റ്റഡ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ് ടൗൺ ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടൗൺ ഇംപ്രൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഏജൻസി വരിക അല്ലെങ്കിൽ ഒരു അതോറിറ്റി വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ പറയുന്നത് they play a vital role in the improvement and the expansion of urban areas. In India, these trust and development authorities are established under state acts to oversee the planning, coordination and supervision of proper ഓർഡർലി ആൻഡ് റാപ്പിഡ് അർബൻ ഡെവലപ്മെൻറ്റ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ. അതായത് എല്ലാവർക്കും ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും, അതായത് ഒരു അധികാര പരിധി ഉണ്ടാവും. ആ അധികാര പരിധിക്കുള്ളിൽ അവരുടെ ഈ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് പ്ലാനിങ്ങും കോർഡിനേഷനും അതുപോലെ തന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ മൊത്തത്തിലൊരു അർബനെ തന്നെ റാപ്പിഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്. അതായത് ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ അതൊരു ബോഡിയാണ്, ബോഡി അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണെന്ന് പറയാം. സോ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു അതോറിറ്റി, ഒരു ബോഡി അവരെന്ന് പറയുന്നത്. സോ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് ആണ്. സോ ദീസ് എൻറ്റിറ്റീസ് കൊളാബറേറ്റ് വിത്ത് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ ടു എൻഷ്യൂർ എഫക്റ്റീവ് ഡെവലപ്മെന്റ് ഓഫ് അർബൻ ഏരിയാസ്. അതായത് ഇവർ കൊളാബറേറ്റ് ചെയ്യുന്നത് വേരിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടാണ്. അതായത് ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ലോക്കൽ അതോറിറ്റീസ് ആയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അർബൻ ഏരിയാസിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റിന്റെ മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, റോഡ്സ്, ബ്രിഡ്ജസ്, ഡ്രൈനേജ് സിസ്റ്റംസ്, സ്യൂവറേജ് സിസ്റ്റംസ് ആൻഡ് അതർ അർബൻ എമിനിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. അതായത് ഒരു അർബൻ ഏരിയയിൽ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ എമ്യൂണിറ്റീസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം റിലേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ബ്രിഡ്ജസ്, റോഡുകൾ, അങ്ങനെ അവിടുത്തെ എന്തൊക്കെ വേണ്ടി വരുന്നുണ്ടോ അതെല്ലാം ബിൽഡ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക. ഇതാണ് അവരുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോഡിയാണിത് പറഞ്ഞത്. സോ അതിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോർമേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓൾട്രേഷൻ ഓഫ് സ്ട്രീറ്റ്സ് വിത്തിൻ ദ ഏരിയ ഓഫ് ജൂറിസ്ഡിക്ഷൻ. അവരുടെ ജൂറിസ്ഡിക്ഷൻ അധികാര പരിധിയിലുള്ള സ്ട്രീറ്റുകളെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓൾട്രേഷൻ വരുത്തുക. ഇതൊക്കെയാണ് അവരുടെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്ലോഷർ ഓർ ഡിമോളിഷൻ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഓർ പോർഷൻ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ടു ഹ്യൂമൻ ഹാബിറ്റേഷൻ. മനുഷ്യവാസത്തിനായിട്ടുള്ള പാർപ്പിട യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഡ്രൈനേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജലവിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ പാറ്റേൺസുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇവയൊക്കെ തന്നെ ഓരോ പ്രദേശങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ പരിപാലിക്കുക. അതുപോലെ മാർക്കറ്റുകളും മറ്റ് പൊതുവായിട്ടുള്ള സർവീസസ് കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നിർമ്മിക്കുക. അതുപോലെ ജനസംഖ്യയുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക.
അതുപോലെ ഈ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിൽ ഭൂമീസൊക്കെ തന്നെ പ്ലോട്ടുകളായിട്ട് വിഭജിക്കുക. പ്രൊവിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വിത്തിൻ ദി ഏരിയ, അതായത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കുക, ആശയവിനിമയ സൗകര്യങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മരങ്ങൾ, മറ്റ് രീതിയിലുള്ള സസ്യങ്ങളൊക്കെ തന്നെ നടുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ ഭൂമിയുടെയൊക്കെ തന്നെ വിൽപ്പന അല്ലെങ്കിൽ അനുമതി ഇതൊക്കെ തന്നെ കൊടുക്കുക. അതായത് കൈമാറ്റം ചെയ്യുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ അവിടെയുള്ള പോപ്പുലേഷൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പല രീതിയിൽ, അതായത് അവിടേക്ക് ചിലപ്പോൾ അവർക്ക് പാർക്ക് ആവശ്യമുണ്ടാവും, ഗാർഡൻസ് ആവശ്യമുണ്ടാവും, ട്രീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഭൂമിയെ അവരെയൊക്കെ തന്നെ, അതായത് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് സ്ലം ഏരിയാസ് എന്നുള്ളതാണ്. അപ്പോൾ സ്ലം ഏരിയാസ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ് വിത്തിൻ സിറ്റീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇനാഡിക്വേറ്റ് ഹൗസിംഗ് ആൻഡ് പുവർ ലിവിങ് കണ്ടീഷൻസ് എന്നാണ്. അതായത് നഗരപ്രദേശങ്ങളിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെസിഡൻസ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ്സ് ആണ്, വാസസ്ഥലങ്ങളാണ് ചേരികൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം അപര്യാപ്തമായിട്ടുള്ളൊരു പാർപ്പിടമായിരിക്കും, അല്ലെങ്കിൽ മോശം സാഹചര്യങ്ങൾ, അവർക്ക് ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ലായിക എന്നുള്ളതാണ് സ്ലം ഏരിയയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ തിങ്ങി നിറഞ്ഞ താമസ സ്ഥലങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല. ചേരികൾ എന്ന് പറയുന്നത് വളരെ കാലമായിട്ടാണ് ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റേത് കൺട്രീസിലാണെങ്കിലും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ചേരികളുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ഈ നഗരങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ, അതായത് കുടിയേറ്റത്തോടൊപ്പം ഈ ഒരു അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഒരു തരത്തിൽ ചേരികളുടെയൊക്കെ തന്നെ വളർച്ചയ്ക്ക്, അതായത് ഈ സ്ലം ഏരിയാസിൻ്റെയൊക്കെ തന്നെ വളർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന എന്താണ്, നിലവാരമില്ലാത്ത പാർപ്പിടങ്ങൾ, അതായത് ഹൗസസ്. പിന്നെ അവിടേക്ക് സർവീസസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കുറച്ചുകൂടി റഷായിരിക്കും, തിരക്കായിരിക്കും അവിടെ എന്ന് പറയുന്നത്. അതുപോലെ കൂടുതൽ, അതായത് അനാരോഗ്യകരവും സുരക്ഷിതവുമല്ലാത്ത, അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ള കാര്യവും അവിടെ ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഇന്ത്യയിലെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലേക്കുള്ള ഒരുപാട് തരത്തിലുള്ള കുടിയേറ്റം കൂടി വരികയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരു സ്ലം ഏരിയാസ് ഉണ്ടാവുന്നു. സോ ഇതെന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റലിൻ്റെ ഒരു, അതായത് പാരിസ്ഥിതികമായിട്ടുള്ളൊരു തകർച്ചയിലേക്കും, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്കുള്ളൊരു വെല്ലുവിളിയായിട്ടൊക്കെ തന്നെയാണ് ഈ സ്ലം ഏരിയാസ് മാറുന്നത്. അതുപോലെ അക്കോർഡിംഗ് ടു UN Habitat, the percentage of urban dwellers living in slum decreased from 47% to 37% in developing and വേൾഡ് ബിറ്റ്വീൻ 1990s ആൻഡ് 2005. അതായത് UN ഹാബിറ്ററ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് 1990-നും 2005-നും ഇടയിൽ ഈ നമ്മൾ പറയുന്ന ഡെവലപ്ഡ് നേഷൻസിൽ എപ്പോഴും ഈ ചേരികളിൽ താമസിക്കുന്ന നഗരവാസികളുടെ ശതമാനം എന്ന് പറയുന്നത് 47 നിന്ന് 37% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നതോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാർ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ചേരിയിൽ വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ലോകത്തുള്ള 1 ബില്യൺ ആളുകൾ ചേരികളിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. 2030 കൂടിയിട്ട് മേ ബി ഇത് 2 ബില്യണിൽ എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തോളം ചേരി പ്രദേശങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചേരി പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ സ്ലംസസിൻ്റെയൊക്കെ തന്നെ കോസസ് എന്തൊക്കെയാണ്, അതായത് ഇങ്ങനെ ഇത് വിവിധ കാരണങ്ങളാൽ എന്തുകൊണ്ടാണ് ഈ ചേരികൾ അല്ലെങ്കിൽ സ്ലംസ് ഒക്കെ തന്നെ ഗ്രോ ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂറൽ അർബൻ മൈഗ്രേഷൻ ആണ്. അതായത് ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്കുള്ള ഈ ഒരു കുടിയേറ്റമാണ്. അതായത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇതൊക്കെ തേടിയിട്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഒരുപാട് ആളുകൾ മാറുന്നത്. പക്ഷേ പല കുടിയേറ്റക്കാർക്കും നഗരങ്ങളിൽ പാർപ്പിടം എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് അതൊരിക്കലും താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. സോ ഇതെന്ത് ചെയ്യുന്നത്, അവരെ ഈ ഒരു ചേരികളിലൊക്കെ തന്നെ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കാരണമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അർബനൈസേഷൻ ആണ്, അതായത് നഗരവൽക്കരണം. ഇപ്പോൾ നഗരവൽക്കരണം എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നീഡ്സോ അല്ലെങ്കിൽ ഒരു പാർപ്പിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ അർബനൈസേഷൻ നയിക്കുന്നത്. അതുപോലെ
പുതിയ തരത്തിലുള്ള ആൾക്കാർ, അതായത് ഈ ഒരു അർബൻ ഏരിയയിലേക്ക് വരുന്ന പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ താമസക്കാരെ ഉൾക്കൊള്ളാൻ നഗരങ്ങൾ എപ്പോഴും പാടുപെടുകയാണ്. അതായത് അത്രയും ഒരു സ്പേസ് അവർക്ക് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ തന്നെ ഒരു ചേരിയുടെ വിപുലീകരണത്തിന് വേണ്ടി കാരണമാവുന്നു എന്നാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് പുവർ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ തന്നെ അഭാവം ഈ പാവപ്പെട്ട കുടുംബങ്ങളെ അവരുടെ ജോലി സ്ഥലത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ സ്ഥിരതാമസക്കാരാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ ഈ അടിസ്ഥാന സേവനങ്ങളില്ലാത്ത താൽക്കാലിക സെറ്റിൽമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ അവർ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുകയും അതിനുശേഷം എന്ത് ചെയ്യും, അവിടെ ആ ഒരു മോശം ഇൻഫ്രാസ്ട്രക്ചറിലൂടെ, അതായത് അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ള, അതായത് അവർക്ക് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല. സോ അവർ എന്ത് ചെയ്യും, ചേരി പ്രദേശങ്ങളിലേക്ക് മാറുന്നു. അങ്ങനെ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇക്കണോമിക് സ്റ്റാഗ്നേഷനെയാണ്. അതായത് ഈ സാമൂഹികമായിട്ടുള്ള എക്സ്ക്ലൂഷൻ, അതായത് ബഹിഷ്കരണം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ തന്നെ അഭാവമാണ് ചേരികളുടെ രൂപീകരണത്തിന് കാരണമാവുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഭവനം, അതായത് നല്ലൊരു വീടിൻ്റെ പ്ലാനിങ്ങോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നല്ല സ്ട്രീറ്റ്സ് അല്ലെങ്കിൽ നല്ല റോഡുകൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു നല്ല രീതിയിലൊന്ന് ഫോം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേരികളൊക്കെ തന്നെ ബെറ്റർ ആവും. പക്ഷേ നമ്മൾ ഈ ഹൗസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന സ്ട്രീറ്റ്സിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആരും നോക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പുവർ ഹൗസിംഗ് പ്ലാനിങ് ആണ്. നമ്മൾ പറഞ്ഞു മോശമായിട്ടുള്ള പാർപ്പിട ആസൂത്രണം. അതായത് നഗരത്തിൽ ഏത് രീതിയിലേക്ക്, അതായത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സർക്കാർ വകുപ്പുകൾ കുറച്ചുകൂടി, അതായത് ഏതൊക്കെ ആളുകൾക്ക് എവിടെയൊക്കെ താമസിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെയൊക്കെ വീടുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്നതെന്നും ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള പീപ്പിളിനെ അവർ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. സോ എന്ന് പറയുന്ന ജനങ്ങൾ എന്ത് ചെയ്യും, ചേരിയിലേക്ക് തള്ളിവിടുന്നു എന്നാണ് പറയുന്നത്. പോവേർട്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അല്ലെങ്കിൽ ബേസിക് നീഡ്സിലേക്കുള്ള ആക്സസ് ഒക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു നഗരപ്രദേശങ്ങളിൽ മൈഗ്രേറ്റ് വരുന്ന ഇവരൊക്കെ തന്നെ അവരുടെ ദാരിദ്ര്യം മൂലമാണ് ചേരികളിലേക്ക് പോകുന്നത്. സോ അങ്ങനെ അവർക്ക് തങ്ങാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, പലതരത്തിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും അവരുടെ മുമ്പിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നഗരങ്ങളിൽ ആയിട്ടുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്യും, ചേരികളിൽ ഒരു ഓപ്ഷനായിട്ട് എടുത്ത് അവിടേക്കാണ് മാറി താമസിക്കുന്നത്. സോ അവർക്ക്, അതായത് ഗവൺമെൻറ് ഇതിൻ്റേതായിട്ടുള്ള ഒരു സ്കീം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് പാർപ്പിടങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് എത്ര എമൗണ്ട് ആണ് കൊടുക്കാൻ പറ്റുക അതിനുള്ള രീതിയിലേക്കുള്ള പാർപ്പിടങ്ങളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. സോ ഇതൊക്കെയാണ് ചേരികളൊക്കെ രൂപപ്പെടാം, സ്ലംസ് രൂപപ്പെടാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഈ ഒരു ചേരി പ്രദേശങ്ങൾ, അതായത് സ്ലം ഏരിയാസ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇതിൽ പറയുന്നത് ലാക്ക് ഓഫ് ബേസിക് നെസസിറ്റീസ്, അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റാതിരിക്കുക അല്ലെങ്കിൽ ബേസിക് നീഡ്സിൻ്റെ ഒക്കെ തന്നെ അഭാവം എന്ന് പറയാം. അതായത് മെച്ചപ്പെട്ട രീതിയിലുള്ള ബേസിക് നെസസിറ്റീസ്, അതായത് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ക്ലീൻ വാട്ടർ, റിസോഴ്സസുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സർഫീസ്ഡ് ആയിട്ടുള്ള റോഡുകൾ, ഡ്രൈനേജ് സിസ്റ്റം, ഇതൊക്കെ തന്നെ കുറച്ചുകൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചേരി പ്രദേശങ്ങളായിട്ട് മാറില്ല. അപ്പോൾ ചേരി പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒരു വലിയ ചലഞ്ചായിട്ട് അവർക്ക് മാറുന്നു. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് ആൻഡ് ഹൈ ഡെൻസിറ്റി, അതായത് വളരെയധികം ജനസാന്ദ്രത എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്, ഒത്തിരി ആൾക്കാർ വരുന്നു. അപ്പോൾ ചേരി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒത്തിരി ആളുകൾ നിറഞ്ഞതാണ്. ഒന്നിലധികം കുടുംബങ്ങളൊക്കെ തന്നെ ചെറിയ തരത്തിലുള്ള ഒരു സ്പേസ് അവർ പങ്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയുന്നത്, ഒരു വ്യക്തിക്ക് കുറഞ്ഞ സ്ഥലം, അതുപോലെ താമസം എന്ന് പറയുന്നതും പാചകം ചെയ്യുന്നതിനും ഉറങ്ങുന്നതിനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു ഒറ്റ മുറിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഹൗസിംഗ് ആൻഡ് ഇനാഡ്യൂക്കേറ്റ് ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അത് നിലവാരമില്ലാത്ത പാർപ്പിടങ്ങളും കെട്ടിട ഘടനകളൊക്കെ തന്നെ വളരെയധികം അപര്യാപ്തമായതാണ്. അതായത് പല ചേരി പ്രദേശങ്ങളിലും നമ്മൾ ഈ പറയുന്ന ഹൗസൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത സാമഗ്രികൾ കൊണ്ട്, അത് നമുക്കറിയാം. അതായത് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലും മണ്ണും ഒക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം അത് ഓരോ കട്ടയൊക്കെ വെച്ച് അതിന് പിന്നെ അതൊരു ബിൽഡ് ചെയ്തൊരു ഒരു വീടിൻ്റെ സ്ട്രക്ചറാക്കി എടുക്കുന്നു, തേക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഒരു വീടിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ സ്ഥിരമല്ലാത്ത സാമഗ്രി, അതായത് ഇവർ ചിലപ്പോൾ കമ്പും അതും ഇതൊക്കെ കുത്തിയിട്ടിട്ടും അല്ലെങ്കിൽ കമ്പികൾ വെച്ചിട്ടും അതും കൂടി ചുറ്റിക്കെട്ടി ടാർപ്പായ ചുറ്റിക്കെട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സോ സ്ഥിരമല്ലാത്ത സാമഗ്രികൾ കൊണ്ട് നിലവാരമില്ലാത്ത ഭവനങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മൺതറകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചെളി അല്ലെങ്കിൽ
ഒരിക്കലും അതായത് വൈക്കോൽ മേൽക്കൂര ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെട്ടിടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ഒറ്റ മുറി അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നിലവാരമില്ലാത്ത പാർപ്പിടങ്ങളൊക്കെ തന്നെ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അടുത്ത് പറയുന്നത് അൺഹെൽത്തി ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ഹസാർഡസ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, അതായത് അനാരോഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും അപകടകരമായിട്ടുള്ള സ്ഥലമാണ് അവരുടെ ഉള്ളത്. അതായത് അവർക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അഴുക്ക് ചാലുകളൊക്കെ ചിലപ്പോൾ തുറന്നു കിടക്കുന്നുണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള ഒരു റോഡ് ഉണ്ടാവില്ല. അതുപോലെ മാലിന്യമൊക്കെ തന്നെ പല രീതിയിലായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് സ്ലം ഏരിയാസിൻ്റെ അവിടെയൊക്കെ ഒരുപാട് മാലിന്യം കുത്തി നിറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മലിനമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ തന്നെ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ വളരെയധികം അൺഹെൽത്തി ആക്കി മാറ്റുന്നതൊക്കെ തന്നെ. പിന്നെ ഈ പൊക്കം അങ്ങനത്തെ റിലേറ്റ് ചെയ്ത പ്രദേശങ്ങളൊക്കെ തന്നെ എപ്പോഴും ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ്. സോ ഈ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്ലം ഏരിയാസ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അടുത്തത് പറയുന്നത് ഇൻസെക്യൂർ ടെനർ ആൻഡ് ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ്, അതായത് സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള സെറ്റിൽമെൻറ്റ്സുകൾ. അതായത് ചേരി നിവാസികൾ എപ്പോഴും അവരുടെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരുടെ ഒരു ഭൂമിയോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവർ കൈവശം വെക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു രേഖകളുമില്ല. അതായത് ഈ ഒരു വീടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഇത് എൻ്റെ ആണെന്നുള്ള രീതിയിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ആണ് പൊതുവെ ഉള്ളത്. അപ്പോൾ പലതരത്തിലുള്ള പ്ലാനിങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഭൂവിനിയോഗം, അതായത് നമ്മുടെ ലാൻഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തൊഴിലൊക്കെ തന്നെ എപ്പോഴും അൺഒഫീഷ്യൽ ആയിരിക്കും. അവർക്കൊരിക്കലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. സോ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ഈ ഒരു, അതായത് നിൽക്കുന്ന ലാൻഡ് പോലും തങ്ങളുടേതല്ലാത്തൊരവസ്ഥ, ഏത് നേരവും പിടിച്ചു മാറ്റപ്പെടും എന്നൊക്കെ പറയുന്നതും അവരുടെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അടുത്തത് പോവേർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചേരി പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഇൻകം കിട്ടണമെന്നില്ല, അതായത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇൻകം കിട്ടണമെന്നില്ല. ഇവരെന്ന് പറയുന്നത് അവർ ഒരു ഇൻകം കിട്ടാണ്ടിരിക്കുമ്പോൾ അവരെപ്പോഴും പോവേർട്ടി തന്നെയായിരിക്കും. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ തന്നെ അവരുടെ സാമൂഹികമായിട്ടും മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനൊക്കെ താഴേക്ക് പോകുന്നു. അതുപോലെ തന്നെ അവർ വളരെയധികം ഒരു ദുർബലമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് മാറണം. അപ്പോൾ ഈ പോവേർട്ടിയും ഈ സോഷ്യൽ എക്സ്ക്ലൂഷനും ഒക്കെ തന്നെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ലൊക്കേഷൻ, അതായത് ഈ സ്ലം ഏരിയാസിൻ്റെ ലൊക്കേഷൻ എങ്ങനെ വരുന്നു എന്നാണ്. അതായത് ചേരികൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ നഗരപ്രദേശങ്ങളിലാണ് കാണപ്പെടുക. അതായത് ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ നിലവാരം കുറഞ്ഞ പാർപ്പിടവും അല്ലെങ്കിൽ മോശം സാഹചര്യമുള്ള അതെല്ലാവരും തന്നെ അർബൻ പ്രദേശങ്ങളിലാണ് നിലനിൽക്കുന്നത്. ഒരു നഗരത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെൻറ്റർ പ്രദേശത്ത് അത് ആരംഭിക്കുകയും പിന്നെ നഗരം വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ലം എന്ന് പറയുന്നത് വികസിക്കുകയും ചെയ്യാം. അതായത് അത് കുറച്ചുകൂടി സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡായി പോയിക്കൊണ്ടിരിക്കും. അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ചേരികളൊക്കെ തന്നെ കാണപ്പെടുന്നത്. സോ ഇതിനുള്ള ഒരു കുറച്ച് സ്ലംസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സ്കേർട്സ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അതായത് നഗരങ്ങളുടെ പ്രദേശങ്ങളിൽ പറയുമ്പോൾ ചേരികൾ പലപ്പോഴും ഒരു നഗരത്തിൻ്റെ ഒരു സെൻറ്റർ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടൊക്കെ തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നഗരം വികസിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ നഗരപരിധിക്കുള്ളിൽ തന്നെ ഈ സ്ലംസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ ചേരികൾ എന്ന് പറയുന്നത് വികസിക്കുന്ന ഈ ഒരു നഗരത്തിൻ്റെയൊക്കെ തന്നെ അതിരുകളിലും ബൗണ്ടറീസിലൊക്കെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. ഏരിയാസ് നിയർ വാട്ടർ ബോഡീസ്, അതായത് ഇപ്പോൾ തടാകങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, നദികൾ ഇവയ്ക്കൊക്കെ ഉള്ള സമീപ പ്രദേശങ്ങളിൽ ചേരികൾ എന്ന് പറയുന്നത് വരാം. അതായത് ഇപ്പോൾ വരണ്ട നദീതടങ്ങളിൽ അല്ലെങ്കിൽ തീരങ്ങളിൽ, തൂണുകളിൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്ലംസൊക്കെ ആരംഭിക്കുക. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ലാൻഡ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നഗരത്തിലെ ചവറ്റുകുട്ടകൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ റെയിൽവേ ട്രാക്കുകൾ അതിൻ്റെയൊക്കെ അടുത്ത് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പറയുന്നത്. അതായത് അർബൻ ഏരിയാസിൻ്റെ തന്നെ ഈ ഒരു വളരെ മോശമായിട്ടുള്ള, അതായത് ഇപ്പോൾ മാലിന്യമൊക്കെ കൊണ്ടിടുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം ഈ ചേരി പ്രദേശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കൃഷിക്കോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനൊന്നും അനുയോജ്യമായിരിക്കില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ചേരികൾ ആരംഭിക്കുന്നത്. അടുത്ത പോലി സർവീസ്ഡ് ഏരിയാസ്, അതായത് ഇപ്പോൾ ശുചിത്വ സേവനങ്ങൾ അല്ലെങ്കിൽ ശുദ്ധജല വിതരണം അല്ലെങ്കിൽ വൈദ്യുതി ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലായിരിക്കും എപ്പോഴും ചേരികൾ രൂപപ്പെട്ടു വരുന്നുണ്ടാവുക. ക്യൂറേറ്റഡ് ഹൗസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ചേരിയിൽ അവരുടെ വീട് അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതായത് നിലവാരമില്ലാത്ത വസ്തുക്കൾ കൊണ്ടായിരിക്കും അവർ നിർമ്മിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരിക്കലും നിലവാരം അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കില്ല, അത് എപ്പോൾ വേണമെങ്കിലും പോവാം. ആ രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കാം അവർ ഓരോ വീടും നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്.
ഇനി ചില ശ്രദ്ധേയമായിട്ടുള്ള ചേരി പ്രദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മുംബൈയിലെ ധാരാവി എന്ന് പറയുന്ന നഗരം. അപ്പോൾ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സ്ലമ്മാണ് ധാരാവി എന്ന് പറയുന്നത്. ഒരു നമ്മൾ പറയുമ്പോൾ മാഹിം റിവറിൻ്റെ ചുറ്റുമാണ്, അത് ആ നദിക്കരയിലാണ് ഈ ഒരു ധാരാവി എന്ന് പറയുന്ന ഒരു സ്ലമ്മ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ മുംബൈയിലുള്ള നിരവധി ചേരി പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ഒരു ധാരാവി എന്ന് പറയുന്നത്. അതുപോലെ ഓറങ്കി, അതായത് പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ഈ ഒരു ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ 2.4 ദശലക്ഷത്തിന് ഉള്ള ആൾക്കാരാണ്, അത് 2.4 മില്യൺ പോപ്പുലേഷനാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള കേപ്പ് ടൗൺ എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4 ലാക്കാണ്. അപ്പോൾ അതും ആഫ്രിക്കയിലെ തന്നെ ലാർജസ്റ്റ് സ്ലമ്മായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കെനിയയിലുമുണ്ട്, അതും ആഫ്രിക്കയിലെ ലാർജസ്റ്റ് സ്ലമ്മാണ്. അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7 ലാക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ചില ചേരി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇന്ത്യൻ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സ്ലംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ നഗരങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സ്ലംസ് ഉണ്ട്, ആ സ്ലംസിൽ ഒരുപാട് പോപ്പുലേഷനും ഉണ്ട്. അപ്പോൾ ഡൽഹിയിലെ ബൽസ്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടാവുന്ന സ്ലമ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലേബറിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ബാലവേലയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം കൂടുതലാണ്. ചെന്നൈയിലെ നാച്ചിക്കുപ്പം സ്ലമ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 5000-ഓളം ആളുകൾ താമസിക്കുകയും പിന്നെ അതുപോലെ കൊൽക്കത്തയിലെ ബസന്തി ചേരി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ലമ്മാണെന്ന് പറയാം. അപ്പോൾ നഗരത്തിലെ ജനസംഖ്യയുടെ 1/3 പേരും രജിസ്റ്റർ ചെയ്തതും രജിസ്റ്റർ ചെയ്യാത്തതുമായിട്ടുള്ള ഈ ഒരു ചേരികളിലാണ് താമസിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊൽക്കത്തയിലെ ഒരു പ്രധാന ചേരിയിലെ നഗരത്തിലെ ജനസംഖ്യയുടെ 1/3 ഭാഗം താമസിക്കുന്നുണ്ട്. സോ അടുത്തത് ബാംഗ്ലൂരിലെ രാജേന്ദ്രനഗർ ചേരി എന്ന് പറയുന്നത്, അത് ബാംഗ്ലൂർ ജനസംഖ്യയുടെ 20% ആൾക്കാരും ഈ ഒരു സ്ലമ്മിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ പല കുടുംബങ്ങളെയും നമ്മളിപ്പോൾ മറ്റ് ഷെൽട്ടർ ഹോംസിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചറിഞ്ഞാലും ടെമ്പററി ഷെൽട്ടേഴ്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചാലും അവരൊന്നും മാറുന്നില്ല. അടുത്തത് ഹൈദരാബാദിലെ ഇന്ദിരാമനഗറാണ്. ഇതും അത്രയും വലിയൊരു ചേരിയാണ്, ഒരു വലിയ ജനവിഭാഗമാണ് ഇവിടെയും താമസിക്കുന്നത്. അതുപോലെ നാഗ്പൂരിലെ സരോജ് നഗർ ചേരിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ലം. അപ്പോൾ നാഗ്പൂരിലെ ഏകദേശം 40% പോപ്പുലേഷനും ഈ ഒരു സ്ലമ്മിലാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ അഹമ്മദാബാദിലെ പരിവർത്തൻ ചേരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു നഗരത്തിൻ്റെ ചേരിയിൽ പ്രത്യേകിച്ചും ഇവരൊക്കെ തന്നെ താമസിക്കുന്ന നദീതീരങ്ങളിലാണ്. അതുപോലെ ഈ ഒരു ചേരി പ്രദേശം എന്ന് പറയുന്നത് അർബനൈസേഷൻ്റെ പലതരം ചലഞ്ചസ് നേരിടുന്നു. ഇന്ത്യയിലുടനീളമുള്ള ഇത്തരത്തിലുള്ള ടൗൺസിലൊക്കെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ തന്നെ ആവശ്യകതയാണ് ഈ ഓരോ സ്ലംസും കാണിക്കുന്നത്. അതായത് അതൊക്കെ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാണ്ടാവുമെന്നാണ് പറയുന്നത്.